നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാരതത്തിൻ്റെ റെയിൽവേ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. വന്ദേ ഭാരത് എക്സ്പ്രസ് അതിവേഗതയിൽ ആളുകൾക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ന് ഇന്ത്യൻ റെയിൽവേ വലിയ അഭിമാനത്തോടു കൂടി സമർപ്പിച്ച ഒരു പദ്ധതിയാണ്. യാത്രക്കാർ അല്ലെങ്കിൽ ജനങ്ങൾ അതിനെ വലിയ ഉത്സാഹത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ സർവീസുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജമ്മു കാശ്മീരിലടക്കം വന്ദേ ഭാരതിൻ്റെ സർവീസുകൾ ഉള്ള കാര്യം നമുക്കറിയാം. അത്രമാത്രം ഭാരതത്തിൻ്റെ അഭിമാനമായി വന്ദേ ഭാരത് സർവീസുകൾ മാറിയിരിക്കുകയാണ്. ഏറെ ജനകീയമായ ട്രെയിൻ സർവീസാണത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലും വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഓടി തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പോഴും കേരളത്തിൽ ഏറെ ജനകീയമാണ്. ഒട്ടനവധി യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു യാത്രാ മാർഗം കൂടിയാണ് വന്ദേ ഭാരത് എക്സ്പ്രസിനെ ജനകീയമാക്കുന്നത് അതിൻ്റെ വേഗതയ്ക്കൊപ്പം തന്നെ അതിനുള്ളിൽ യാത്രക്കാർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ കൂടിയാണ്. അത്രമാത്രം ആധുനികമായ രീതിയിലാണ് കോച്ചുകളടക്കം നിർമ്മിച്ചിരിക്കുന്നത്. വന്ദേ ഭാരത് പോലെയുള്ള ഹൈസ്പീഡ് ട്രെയിനുകൾ, ആ ട്രെയിനുകൾ നേരത്തെ തന്നെ ഇന്ത്യയിൽ പദ്ധതിയിട്ടിരുന്നതാണ്. കോൺഗ്രസിൻ്റെ ഭരണകാലത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കോച്ചുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ട്രെയിൻ സർവീസുകളും ഒക്കെ ആരംഭിക്കണം എന്ന പദ്ധതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആലോചനകളൊക്കെ നടന്നിരുന്നതാണ്. എന്നാൽ കോച്ചുകളുടെ ഉൽപ്പാദനം ഇന്ത്യയിൽ അത് നിർമ്മിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല. അന്നത് വിദേശത്ത് നിർമ്മിക്കണമായിരുന്നു. അത് വലിയ രീതിയിൽ രാജ്യത്തിന് ചെലവ് വരുന്ന ഒരു കാര്യമായിരുന്നു. അതിൻ്റെ കോച്ചുകളും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളുമെല്ലാം ഇന്ത്യയിൽ വികസിപ്പിക്കാൻ അന്ന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെലവേറിയ ഒരു പദ്ധതിയായി അന്ന് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ആ പദ്ധതിയുമായി അന്നത്തെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷമാണ് റെയിൽവേ വികസനത്തിൽ ഒരു പ്രത്യേക നയം തന്നെ കൊണ്ടുവരുന്നത്. റെയിൽവേ ബഡ്ജറ്റ് പ്രത്യേകമായി അവതരിപ്പിക്കപ്പെട്ട കാലം കൂടിയായിരുന്നു അന്ന് 2014 മുമ്പ്. എന്നാൽ അതിനുശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം റെയിൽവേ ബഡ്ജറ്റ് പ്രത്യേകം അവതരിപ്പിക്കുന്നില്ല എന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള റെയിൽവേ വികസന പദ്ധതികളെല്ലാം രാജ്യം കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു റെയിൽവേ പദ്ധതിയാണ് വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ. ഈ വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളുടെ സുരക്ഷ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട സെൻസിറ്റീവ് സംസ്ഥാനങ്ങളിൽ കൂടിയൊക്കെ ഈ വന്ദേ ഭാരതിൻ്റെ സർവീസ് ഉണ്ട്. ഉദാഹരണത്തിന് ജമ്മു കാശ്മീരിൽ വന്ദേ ഭാരത് സർവീസ് ഉണ്ട്. ജമ്മു കാശ്മീരിൽ ശ്രീനഗർ, അതുപോലെ തന്നെ ജമ്മു ശ്രീനഗർ വന്ദേ ഭാരത് സർവീസിന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്, പച്ചക്കൊടി കാട്ടിയത്. അങ്ങനെ ഒട്ടനവധി സംസ്ഥാനങ്ങൾ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായിക്കോട്ടെ, തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായിക്കോട്ടെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിക്കോട്ടെ, ഇവിടങ്ങളിലെല്ലാം വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലടക്കം പക്ഷേ വന്ദേ ഭാരത് എക്സ്പ്രസ് വലിയ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പല ജില്ലകളിലും വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടാകുന്ന വാർത്ത നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത്തരത്തിൽ സാധാരണഗതിയിൽ അത് അബദ്ധത്തിൽ കല്ലേറ് നടത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അറിയാതെ ഈ ഇത്തരത്തിലുള്ള കല്ലേറുകൾ നടക്കുന്നുണ്ട്. കരുതിക്കൂട്ടി വന്ദേ ഭാരത് എക്സ്പ്രസിനെ ആക്രമിക്കണം, രാജ്യത്തിൻ്റെ അഭിമാനകരമായ ഒരു പദ്ധതിക്കെതിരെ ആക്രമണം നടത്തണം എന്ന മനോനിലയോടുകൂടി ആക്രമണം നടത്തുന്നവരുണ്ട്. അത്തരത്തിൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾ, പ്രധാനമായിട്ടും കല്ലേറാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. വന്ദേ ഭാരത് നമുക്കറിയാം പുതിയ കോച്ചുകളാണ്. ഇത്തരം കോച്ചുകളുടെ ചില്ലുകളിലൊക്കെ കല്ലേറ് നടത്തിയാൽ അത് ആ ട്രെയിൻ ഗതാഗതം അപ്പാടെ അവസാനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയേക്കാം. ആ രീതിയിലുള്ള ഒരു ഭീഷണിയാണ് കേരളത്തിൽ നിന്നടക്കം വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിൽ ഓടുന്ന ഒരു വന്ദേ ഭാരത് സർവീസിൻ്റെ സുരക്ഷാ വെല്ലുവിളികൾ എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള സാധാരണ രീതിയിലുള്ള പ്രതിഷേധാർഹം ആൻറ്റി ഇന്ത്യ മൈൻഡുള്ള ചില ആളുകൾ തീർച്ചയായും ജമ്മു കാശ്മീരിൽ അത് ധാരാളമായുണ്ട്. അവർ കല്ലെറിയുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് പഹൽഗാം ഭീകരാക്രമണം അടക്കം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ്. കാരണം പഹൽഗാം മോഡലിൽ ഭീകരാക്രമണങ്ങൾ ഇനിയും സംസ്ഥാനത്ത് നടക്കാനുള്ള സാധ്യതയുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ടൂറിസ്റ്റുകളടക്കം യാത്ര ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് ജമ്മു കാശ്മീരിൽ വിജയകരമായി ഓടുന്നു എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ ഭീകരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ അതിലേക്ക് പതിയും. എന്നിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഭീകരവാദ സംഘടനകൾ അല്ലെങ്കിൽ ഭീകരവാദികൾ ഈ വന്ദേ ഭാരത് ട്രെയിനിനെ
ലക്ഷ്യം വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പുതിയ കോറസ് എന്ന് പറയുന്ന ഒരു സേനാ വിഭാഗത്തിന് റെയിൽവേ പോലീസ് നേതൃത്വം നൽകിയിരിക്കുന്നത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സാണ് ഇതിന് പ്രത്യേകമായും നേതൃത്വം നൽകുന്നത്. ഇതൊരു പുതിയ സായുധ സംഘടനയാണ്, അതായത് സായുധ സംഘമാണ്. 20 കമാൻഡോകളാണ് ഈ സംഘത്തിലുള്ളത്. വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് സുരക്ഷ നൽകുന്നത്, അതായത് കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്ത ജമ്മു ശ്രീനഗർ ഈ വന്ദേ ഭാരത് സർവീസിനാണ് ആദ്യമായി ഈ സുരക്ഷ നൽകുന്നത്, ഈ കോറസിൻ്റെ സുരക്ഷ നൽകുന്നത്. ജമ്മുവിൽ നിന്നും ശ്രീനഗർ വരെയുള്ള യാത്രാ സമയം ഏതാണ്ട് 5 മണിക്കൂർ കുറയ്ക്കുന്ന ഒരു റെയിൽവേ പദ്ധതിയാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഈ സർവീസിനാണ് കനത്ത സുരക്ഷ നൽകാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതും അതിന് പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നതും. ഒരു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ 20 അംഗ സംഘമാണ്, അതായത് മൊത്തത്തിൽ 21 അംഗ സംഘമാണ് ഈ സെക്യൂരിറ്റി കമാൻഡോ അംഗത്തിൽ അല്ലെങ്കിൽ കമാൻഡോ ടീമിലുള്ളത്. ഇതിൽ 8 പേർ RPFൻ്റെ സായുധരായ ഉദ്യോഗസ്ഥരായിരിക്കും. മറ്റു സേനാ വിഭാഗങ്ങളിൽ നിന്ന് നമുക്കറിയാം, ഇപ്പോൾ CRPFും അതുപോലെ തന്നെ മറ്റ് BSFും എല്ലാം കശ്മീരിൽ ഇപ്പോഴുണ്ട്. അത്തരത്തിലുള്ള അർദ്ധസൈനിക വിഭാഗങ്ങളുടെ സേനാംഗങ്ങളും ബാക്കിയുള്ള ഈ കോറസിൻ്റെ ടീമിലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും റെയിൽവേ പോലീസാണ്. റെയിൽവേ പോലീസിൻ്റെ ഒരു ഇൻസ്പെക്ടറും മറ്റ് 8 കമാൻഡോകളും ഇതിനകത്തുണ്ട്. പ്രത്യേകം വളരെ ദ്രുതകർമ്മ രീതിയിൽ ഒരു ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷൻ നടത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള പ്രത്യേക പരിശീലനം കിട്ടിയവരാണ്. മാത്രമല്ല ഇവർ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കുന്നവരുമാണ്. ഇങ്ങനെയുള്ള ഒരു 21 അംഗ കമാൻഡോ സംഘത്തെയാണ് ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത്. കല്ലേറ് മുതൽ ഭീകരാക്രമണം വരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു സുരക്ഷാ സേനയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ സുരക്ഷാ സേനയെ ട്രെയിനിന് നിയോഗിക്കുന്നു എന്നതിനപ്പുറം മറ്റൊരു പ്രധാനപ്പെട്ട സുരക്ഷാ സംവിധാനം കൂടി ജമ്മു ശ്രീനഗർ ഈ വന്ദേ ഭാരത് ട്രെയിനിന് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇതിനു മുന്നിലൂടെ ഒരു പൈലറ്റ് വെഹിക്കിൾ പോകുന്നു എന്നുള്ളതാണ്. ട്രെയിൻ പോകുന്നതിന് തൊട്ട് മുന്നോടിയായി, വന്ദേ ഭാരത് സർവീസിന് തൊട്ട് മുന്നോടിയായി ഒരു പൈലറ്റ് വെഹിക്കിൾ ഈ പാളത്തിലൂടെ യാത്ര നടത്തും. 327 കിലോമീറ്ററാണ് ഈ പാതയുടെ ദൈർഘ്യം എന്നുള്ളത്. ഇതിൽ മുഴുവൻ സമയവും ഒരു പൈലറ്റ് വെഹിക്കിൾ ഉണ്ടാകും. അതിന് തൊട്ട് പിന്നാലെയാകും ഈ വന്ദേ ഭാരതിൻ്റെ കോച്ചുകൾ. 21 കോച്ചുകളാണ് അതിനകത്തുള്ളത്. വന്ദേ ഭാരത് സർവീസ് നടത്തുക ഇതൊരു പ്രത്യേക സുരക്ഷാ സംവിധാനമാണ്. അതോടൊപ്പം തന്നെ ഓരോ 2 കിലോമീറ്റർ ദൂരത്തിൽ ഇടവേളകൾ അല്ലെങ്കിൽ ഈ 327 കിലോമീറ്റർ ദൂരവും ഓരോ 2 കിലോമീറ്റർ പിന്നിടുമ്പോഴും ഒരു QRT സംഘത്തെ വന്ദേ ഭാരത് സർവീസിനായി നിയോഗിക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഈ വന്ദേ ഭാരത് തീവണ്ടിക്ക് നൽകിയിട്ടുണ്ട്. ഓരോ ടണലിലും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന എക്യുപ്മെൻസുകൾ ഇതിൻ്റെ സുരക്ഷയ്ക്കായി ഉണ്ട്. പ്രത്യേകിച്ചും സ്മാർട്ട് ടണൽ കൺസെപ്റ്റിലാണ് ഇത്തരത്തിൽ ടണലുകൾ രൂപം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെ അത്യാധുനികമായ സുരക്ഷാ സംവിധാനം, ആ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജമ്മു കശ്മീർ ശ്രീനഗർ വന്ദേ ഭാരത് സർവീസ് നാളെ മുതൽ സർവീസ് നടത്തുക. നാളെ മുതലാണ് അതിൻ്റെ റെഗുലർ സർവീസ്. ഇന്നലെയാണ് ഈ കേന്ദ്രമന്ത്രി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നാളെ മുതൽ അതിൻ്റെ റെഗുലർ സർവീസ് നടത്തും. അതായത് 21 അംഗ കമാൻഡോ സംഘം ട്രെയിനിലുണ്ടാകും. ഓരോ 2 കിലോമീറ്റർ ദൂരവും ഈ ട്രെയിനിന് സുരക്ഷയൊരുക്കാനായി QRT സംഘങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഓരോ ഈ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നോടിയായി പൈലറ്റ് വെഹിക്കിൾ ഈ ദൂരത്തിലൂടെ അല്ലെങ്കിൽ ഈ ട്രാക്കിലൂടെ സഞ്ചരിക്കും, സുരക്ഷ ഉറപ്പുവരുത്തും. അതോടൊപ്പം തന്നെ മറ്റ് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ടണലുകളിലും മറ്റും ഈ സുരക്ഷയ്ക്ക് അല്ലെങ്കിൽ ഈ ട്രെയിനിൻ്റെ വളരെ വലിയ ഉയർന്ന നിലവാരമുള്ള സുരക്ഷ ഒരുക്കുകയും ചെയ്യുന്നു. കേന്ദ്ര സർക്കാർ എത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണ് സുരക്ഷയിൽ എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വന്ദേ ഭാരതിന് നൽകിയിരിക്കുന്ന സുരക്ഷ എന്നത്. ഇത്തരം സുരക്ഷയോടുകൂടി മാത്രമേ നമുക്ക് ജമ്മു കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ട്രെയിൻ സർവീസുകൾ നടത്താൻ കഴിയൂ. പഹൽഗാം ആക്രമണത്തിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഉയർന്ന തരത്തിലുള്ള സുരക്ഷ വന്ദേ ഭാരതിന് നൽകിയിരിക്കുന്നത്. ഇതിപ്പോൾ ഇത്രയും അധികം സുരക്ഷ നൽകിയിരിക്കുന്നത് ജമ്മു കാശ്മീർ സംസ്ഥാനത്ത് മാത്രമാണ് എങ്കിലും ഭാവിയിൽ വന്ദേ ഭാരത് ട്രെയിനിന് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന
സംസ്ഥാനങ്ങളിലും ഈ അളവിലല്ലെങ്കിലും കുറഞ്ഞ അളവിലെങ്കിലും വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് സുരക്ഷ ഏർപ്പെടുത്താൻ റെയിൽവേ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ കേരളത്തിൽ വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ ശേഷം മുങ്ങിക്കളയുന്ന അല്ലെങ്കിൽ ഓടിക്കളയുന്ന സാമൂഹ്യ വിരുദ്ധർക്ക് നേരെ വെടിവെക്കാനുള്ള ഒരു സേനയടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടാകാൻ പോകുന്നു എന്ന ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട്. ഭാരതമാകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ അഭിമാന ട്രെയിനുകളായ വന്ദേ ഭാരത് സർവീസിന് വലിയ സുരക്ഷ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുക്കുകയാണ്. അതിൻ്റെ ആദ്യ പടി എന്ന നിലയിലാണ് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ വലിയ കനത്ത സുരക്ഷ ജമ്മു ശ്രീനഗർ വന്ദേ ഭാരത് തീവണ്ടിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്.